എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. IFB ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ TER എന്നും പറഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു ബോർഡ് വന്നിട്ടുള്ളത്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കണക്ഷനൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട്. കാര്യം ഇത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ TER നമുക്കിവിടെ റിപ്പയറിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് മോട്ടോർ കണക്ഷൻ വേണം. അതും സെയിം മോട്ടോർ കണക്ഷൻ വേണം. പിന്നെ പ്രഷർ സെൻസർ, ഡോർ സ്വിച്ച്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് ഇതിനകത്ത് റിപ്പയറിങ് ചെയ്യാൻ പറ്റുള്ളൂ. TER. അപ്പോൾ ഈ TER നമുക്ക് റിപ്പയറിങ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇതിൻ്റെ എല്ലാ കണക്ഷനും കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. എറർ കോഡ് ചെക്ക് ചെയ്യാൻ. അപ്പോൾ എന്താണ് TER എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. നമ്മുടെ ഈ മോട്ടറിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു എററാണ് ഈ TER. നമ്മുടെ ഈ മോട്ടർ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഇത് ടേണിങ് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും കറങ്ങുന്ന സമയത്ത് ഈ നമ്മുടെ ഒരു സിഗ്നൽ അത് കറങ്ങുന്നുണ്ട് എന്നുള്ള ആ ഒരു സിഗ്നൽ നമ്മുടെ ഇതിൻ്റെ മെയിൻ പ്രോസസ്സറിന് ചെല്ലണം. അത് 5 വോൾട്ടിലായിരിക്കണം ചെല്ലേണ്ടത്. 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് 0 വരണം. വർക്ക് ചെയ്യാത്തപ്പോഴത്തേക്കും അത് മുകളിലോട്ട് പോകണം. അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഗറേഷനിലാണ് ഈ ഒരു ബോർഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിഗ്നൽ ഈ മോട്ടർ കറങ്ങുന്നുണ്ടെന്നുള്ള ആ ഒരു സിഗ്നൽ കിട്ടാതെ വരും, ഒരു MCBക്ക് കിട്ടാതെ വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്ത് TER എന്നുള്ള ആ ഒരു ഡിസ്പ്ലേയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ആ എറർ എപ്പോഴാണ് വരുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എൻ്റെ ഈ മൾട്ടിമീറ്റർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. മൾട്ടിമീറ്റർ കണക്ഷൻ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഈ സിഗ്നൽ ആ 5 വോൾട്ടിൽ ഉണ്ടാകുന്ന ആ വേരിയേഷൻ സിഗ്നൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് മോട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെ ആണ് അതിൻ്റെ ആ സിഗ്നൽ പോകുന്നതെന്ന്, എൻ്റെ ആ വോൾട്ടേജിലുള്ള വ്യത്യാസം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മൾട്ടിമീറ്റർ ആ സിഗ്നലിൽ നെഗറ്റീവിലും ആ സിഗ്നലുമായിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ നെഗറ്റീവ് പ്രോബ് നെഗറ്റീവിലും പോസിറ്റീവ് പ്രോബ് സിഗ്നലുമായിട്ട് കണക്ഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്തപ്പോഴത്തേക്ക് നമുക്കവിടെ 2.3 ഈ 2.3 തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. കാര്യം ഇവിടെ 2.3 അല്ല വരേണ്ടത്, 5 വോൾട്ട് വരണം. ഓക്കെ, ഇവിടെ 5 വോൾട്ട് വരാത്തത് കൊണ്ടിട്ടാണ്, ആ സിഗ്നലിൽ 5 വോൾട്ട് വരാത്തത് കൊണ്ടിട്ടാണ് നമുക്ക് ഈ ഒരു എറർ വരുന്നത്. അങ്ങനെ നമുക്ക് ആദ്യം ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു പവർ ബട്ടൺ പ്രസ് ചെയ്ത് ഇത് ഓൺ ചെയ്യണം. ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ 30 സെലക്ട് ചെയ്തു. 30 സെലക്ട് ചെയ്ത് ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട് ഈ ഒരു സൈഡിലായിട്ട്. ഈ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മോട്ടറിൽ ഈ മോട്ടർ ആ ഒരു മൾട്ടിമീറ്ററിൽ വരുന്ന ആ വ്യത്യാസം എന്താണെന്ന് നോക്കണം. ആദ്യം നമുക്ക് മോട്ടർ ഒന്ന് സെക്യൂർ ചെയ്ത് പിടിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ എടുത്ത് ചാടിക്കളയും, ഓടിക്കളയും. ഓക്കെ, അപ്പോൾ ഞാനിനി സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യണം. സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ബൾബ് കത്തിയിട്ടുണ്ട്. അത് ബൾബ് എന്ന് പറയുന്നത് ഇൻലെറ്റിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ബൾബാണ്. അതിങ്ങനെ ഓഫ് ഓൺ ആവും. ഞാനിവിടെ അപ്പോൾ നമ്മുടെ പ്രഷർ സെൻസറിൽ ഞാൻ വാട്ടറിൻ്റെ പ്രഷർ കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ വാട്ടറിൻ്റെ പ്രഷർ കൊടുത്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് എനിക്കതിൽ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ TE എന്നുള്ള ആ എറർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് വ്യത്യാസം അത് നമുക്ക് ആദ്യം ഇതിനകത്തുനിന്ന് റെഡിയാക്കണം. അപ്പോൾ നമ്മുടെ ഈ സ്റ്റാർട്ട് കൊടുത്ത് കുറച്ച് നേരം മോട്ടർ വർക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു എറർ വരുന്നത്.
അപ്പോൾ ഇതിനകത്ത് ഈ ഇത്രയും ആ ഒരു കൗണ്ടിങ് ആ മെയിൻ ഐ സി ചെക്ക് ചെയ്യണം. ഈ കൗണ്ടിങ്ങിനിടയ്ക്ക് ആ സിഗ്നൽ വരുന്നുണ്ടോ ഇല്ലയോ എന്ന്, മോട്ടറോ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ആ സിഗ്നൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ സിഗ്നൽ പ്രോപ്പറായിട്ട് വന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എറർ TE എന്നുള്ള ഈ ഒരു എറർ ഇവിടെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. പിന്നീട് ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല, ഇങ്ങനെ ഫുള്ള് സ്റ്റോപ്പായിട്ട് ഇങ്ങനെ തന്നെ കിടക്കും. ഇതാണ് ഈ ഒരു ബോർഡിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ ഇതിനകത്ത് എവിടെയാണ് പ്രശ്നമുള്ളതെന്ന് നോക്കിയിട്ട് ഞാൻ ആ ഒരു വോൾട്ടേജ് റെഡിയാക്കണം. ഞാനിതൊന്ന് ഓഫ് ചെയ്യണം. ആദ്യം ഞാൻ പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഈ ഒരു നമ്മളെ പ്രോബ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ഇവിടെയായിട്ട്, ഈ സിഗ്നലിൻ്റെ ഇവിടെയായിട്ടാണ് വരുന്നത്. ഇത്രയും ഭാഗത്താണ് കാര്യം. ഇവിടെ ഒരു ഒപ്റ്റോ ഉണ്ട്. ഈ ഒപ്റ്റോ വഴിയാണ് ആ സിഗ്നൽ നേരെ നമ്മുടെ ഈ ഒരു സെക്ഷനിലോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഒപ്റ്റോ കറക്റ്റാണ്. ഈ ഒപ്റ്റോയുടെ ഈ സൈഡ് എല്ലാം കറക്റ്റാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ വോൾട്ടേജ് ഡ്രോപ്പിംഗ് മാത്രമേ പ്രോബ്ലം ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചെറിയ സർക്യൂട്ടിൽ എവിടെയാണ് ആ കംപ്ലൈൻറ്റ് വന്നിരിക്കണമെന്ന് നോക്കിയിട്ട് അത് റെഡിയാക്കിയിട്ട് നമുക്കിതൊന്ന് ഓൺ ചെയ്ത് ആ മൾട്ടിമീറ്ററിൽ കൃത്യമായിട്ട് ആ വോൾട്ടേജ് വരുന്നുണ്ടോ, ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ഫുള്ള് ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാനിത് ഫുള്ളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. ചെക്ക് ചെയ്ത കൂട്ടത്തിൽ നമുക്ക് ഇവിടെ വരുന്ന ഈ ഒരു കപ്പാസിറ്റർ ഇവിടെ ഒരു റെസിസ്റ്റൻസ്, ഒരു കപ്പാസിറ്റർ ഉണ്ടാവും. ഈ ഒരു കപ്പാസിറ്റർ അതിൻ്റെ വാല്യൂ 1K കിടന്നത്. അപ്പോൾ 1K വരുമ്പോഴത്തേക്കും ഈ 5 വോൾട്ടിനെ അത് ഡ്രോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു കപ്പാസിറ്റർ. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ നമ്മളിപ്പോൾ ആ കപ്പാസിറ്റർ മാറി ഞാൻ അവിടെ നിന്ന് വേറൊരു കപ്പാസിറ്റർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ വേറൊരു കപ്പാസിറ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് കറക്റ്റ് ആ മൾട്ടിമീറ്ററിൽ കാണുന്നുണ്ടല്ലോ, കറക്റ്റ് 4.9 വോൾട്ടേജ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഒന്നും കൂടെ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം ആ ഒരു എറർ വരുന്നുണ്ടോ ഇല്ലയെന്ന്. ആ ഒരു എറർ മാത്രമല്ല, നമ്മുടെ മൾട്ടിമീറ്ററിൽ കറക്റ്റായിട്ട് ആ ഒരു വോൾട്ടേജ് 5 വോൾട്ടിൽ നിന്ന് അപ്പ് ആൻഡ് ഡൗൺ ആവുന്നുണ്ടോ എന്നും കൂടെ നമുക്ക് നോക്കണം. ഇപ്പോൾ ഞാനിത് പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫങ്ഷൻ സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് കൊടുക്കാം. ഫങ്ഷൻ സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് കൊടുത്തപ്പോഴത്തേക്കും നമ്മൾ ഇൻലെറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രഷർ സെൻസറിൽ പ്രഷർ കൊടുത്താൽ മാത്രമേ നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ പ്രഷർ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നേരത്തേക്കാട്ടി കൂടുതൽ ടൈമിൽ ഇപ്പോൾ നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് എറർ വന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ 30 നിന്ന് 26 ആ ടൈമിങ്ങും മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ആയിരുന്നു അവിടെ വന്നിരുന്ന. ആ വോൾട്ടേജ് ഡ്രോപ്പിംഗ് ആയിരുന്നു നമുക്കിവിടെ ഈ ഒരു TR വരാനുള്ള പ്രശ്നം. ഇത് നമുക്ക് ഇതിൻ്റെ തുടക്കം തൊട്ടുള്ള സ്റ്റേജ് മുതൽ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു എറർ വരാം. തുടക്കം മുതലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ട്രയാക്കിൻ്റെ ഔട്ട്പുട്ട് പോകുന്നിടത്തു നിന്ന് ഇട്ടിരിക്കുന്ന റെസിസ്റ്റൻസ് കംപ്ലൈൻ്റ് ആയാലോ, ഒക്ടോ കംപ്ലൈൻ്റ് ആയാലോ, അല്ലെന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് അതിനകത്തൊരു ട്രാൻസിസ്റ്റർ ഉണ്ട്, ആ ട്രാൻസിസ്റ്റർ കംപ്ലൈൻ്റ് ആയാലോ എല്ലാം ഈ ഒരു പ്രശ്നം TR വരും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് ആ ഒരു കപ്പാസിറ്ററിൻ്റെ വാല്യൂ വ്യത്യാസപ്പെട്ടതിലാണ് നമുക്ക് ഈ ഒരു പ്രശ്നം ഇപ്പോൾ ഈ ഒരു ബോർഡിൽ വന്നിട്ടുള്ളത്. മറ്റ് ബോർഡുകളിൽ വേറെ കമ്പോണൻസുകൾക്കായിരിക്കും പ്രശ്നം ഉണ്ടാവുക. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ബോർഡ് ഇപ്പോൾ ആ 5 വോൾട്ട് വന്ന് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.